ചെകുത്താന്റെ തന്റേടി. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. രാത്രി 12:30 കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിന്റെ ഒരു കോണിൽ നിഗൂഢമായ ഒരു കോട്ട പോലെ തല ഉയർത്തി നിൽക്കുന്ന ആർക്കേൻ മെഡിക്കൽ സെന്ററിന് മുമ്പിൽ ശ്വാസം അടക്കി പിടിച്ച പോലെ ഒരു ശാന്തത പടർന്നു കിടപ്പുണ്ടായിരുന്നു. അത് വെറും ഒരു ശാന്തതയായിരുന്നില്ല, വരാൻ പോകുന്ന ഏതോ വലിയൊരു കൊടുങ്കാറ്റിന് മുന്നോടിയായുള്ള നിശബ്ദതയായിരുന്നു. ആർക്കേൻ മെഡിക്കൽ സെന്ററിന്റെ 4ാം നിലയിൽ തന്റെ ക്യാബിലിരിക്കുകയായിരുന്നു ഡോക്ടർ റബേക്ക ഫിലിപ്പ്. ചീഫ് ന്യൂറോ സർജനും ട്രോമ കെയർ ഹെഡുമായ ആളുടെ മുമ്പിൽ ഒട്ടനവധി സർജിക്കൽ റിപ്പോർട്ടുകൾ ചിതറി കിടപ്പുണ്ടായിരുന്നു. കഴുത്തിൽ കിടന്ന സ്റ്റെതസ്കോപ്പ് ഒരു മേശപ്പുറത്തേക്ക് വെക്കുമ്പോൾ റബേക്കയുടെ മുഖത്ത് തളർച്ചയുടെ നേർത്ത നിഴലുകൾ പോലുമില്ലായിരുന്നു. പകരം ഒരു സർജന് വേണ്ട കരിങ്കലിന്റെ ഉറപ്പായിരുന്നു ആ കറുത്ത കണ്ണുകളിൽ. ഇളനീള സർജിക്കൽ സ്ക്രബ്സിന് മുകളിൽ ധരിച്ചിരിക്കുന്ന വെളുത്ത കോട്ടും ഭംഗിയായി ഒതുക്കി വെച്ചിരിക്കുന്ന അവളുടെ കറുത്ത മുടിയും റബേക്കയ്ക്ക് ഒരു പ്രത്യേക ഗാംഭീര്യം നൽകുന്നുണ്ട്. ആർക്കേനിലെ കലിപ്പത്തി എന്നാണ് ആള് ജൂനിയർ ഡോക്ടർമാരെ സ്റ്റാഫ് രഹസ്യമായി വിളിക്കുന്നത്. ആളൊരു തിന്മയ്ക്കും തലവനിക്കാറില്ല, ആരുടെ മുന്നിലും ശബ്ദം താഴ്ത്താറുമില്ല. ആളുടെ ക്യാബിനിലേക്ക് ഒരു പരിഭ്രമത്തോടെയാണ് ജൂനിയർ ഡോക്ടറായ ആൻമരിയ ഓടിക്കയറി വന്നത്. മാം, ബിഗ് പ്രോബ്ലം, എമർജൻസി വാർഡിൽ. ആൻ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടത് റബേക്ക ഒന്ന് പുരികം ചുളിച്ചു. സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. എന്താണോ, എന്താ കാര്യം? അത് പുറത്ത് ബ്ലാക്ക് മേഴ്സിഡസ് വണ്ടിയിൽ വന്നിറങ്ങിയിട്ടുണ്ട് മാം. കയ്യിൽ ആയുധങ്ങൾ ഒരുപാട് പേരുണ്ട്. സിറ്റിയിൽ ഏതോ വലിയ അധോലോക തലവരാണെന്ന് തോന്നുന്നു. വാർഡിലുള്ള രോഗികളും ബൈസ്റ്റാൻഡേഴ്സും പേടിച്ചു വരച്ചിരിക്കുക. ആൻഡ് വാക്കുകളിൽ ഭയം വ്യക്തമായിരുന്നു. ആയുധങ്ങളോ? ഇതെന്താ ചന്തയോ അതോ ഗുണ്ടകളുടെ താവളോ? നടക്ക് നോക്കാം. റബേക്കയുടെ നാവിലെ കരൽ ആളിക്കെത്തി കഴിഞ്ഞിരുന്നു. ആൾ വേഗത്തിൽ ക്യാബിൻ ഡോർ നിന്ന് പുറത്തേക്ക് നടന്നു. അതേസമയം താഴെ എമർജൻസി വാർഡിന്റെ വമ്പൻ ഗ്ലാസ് ഡോറുകൾ വന്യമായ ഒരു ശബ്ദത്തോടെ അകത്തേക്ക് തകർക്കപ്പെട്ടു. കാവൽ നിന്നിരുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ എന്തെങ്കിലും പ്രതികരിക്കും മുമ്പ് തന്നെ കറുത്ത സ്യൂട്ട് അണിഞ്ഞ 10ഓളം ബോഡി ഗാർഡുകൾ വാർഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. അവരിൽ പലരുടെയും കൈകളിൽ കോട്ടിനുള്ളിലായ അത്യാധുനിക തോക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. വാർഡിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ചീഫ് നേഴ്സ് സിസ്റ്റർ ആഗത ഭയത്തോടെ അടി പുറകോട്ട് മാറി. വലിയ ഭക്തിയും വിനയം പുറത്തു കാണിക്കുമെങ്കിലും ഉള്ളിൽ കള്ളത്തരങ്ങളുള്ള അഗതയുടെ മുഖം വിളറി വെളുത്തു. എന്നാൽ വാർഡിന്റെ നടുവിലേക്ക് ആ രൂപം നടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അന്തരീക്ഷം പെട്ടെന്ന് തണുത്തുറഞ്ഞു. ഗബ്രിയേൽ ക്രിസ്റ്റി, ആ നഗരത്തിന്റെ ചോരയും പണവും നിയമങ്ങളും ഒരേപോലെ നിയന്ത്രിക്കുന്ന ഒരേ ഒരു ചക്രവർത്തി. 6 അടി 2 ഇഞ്ചിലധികം ഉയരമുള്ള അവന്റെ ആ വമ്പൻ ശരീരം ഒരു ഭയമുണർത്തുന്ന നിഴലായി വാർഡിൽ പടർന്നു. കറുത്ത ഷർട്ടിന്റെ വലത്തോളിൽ നിന്നും കടും ചോര ഒലിച്ചിറങ്ങി അവന്റെ വിരലുകളിലൂടെ തറയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഒരു മാരകമായ വെടിയുണ്ട് അവന്റെ തോളിൽ തറഞ്ഞിരിപ്പുണ്ട്. പക്ഷെ അവന്റെ മുഖത്തോ ആ കരിങ്കൽ കണ്ണുകളിലോ വേദനയുടെ ഒരൊറ്റ ഭാവം പോലുമില്ല. അവൻ നടക്കുമ്പോൾ തറയിലെ വെളുത്ത ടൈലുകളിൽ ചോരയുടെ കറുത്ത വഴി തെളിയുന്നുണ്ടായിരുന്നു. എവിടെയാണ് അവിടെയുള്ള ഡോക്ടർമാര്? എന്റെ ബോസിന് പരിക്കേറിട്ട് മിണ്ടാൻ നോക്കിക്കുന്നു നീയൊക്കെ. ഗബ്രിയേലിന്റെ വിശ്വസ്തനായ ബോഡി ഗാർഡ് റോണി ജേക്കബ് തന്റെ ബെൽറ്റിൽ നിന്ന് തോക്കെടുത്ത് റിസപ്ഷൻ മേശപ്പുറത്തേക്ക് അടിച്ചുകൊണ്ട് അലറി. സിസ്റ്റർ അഗത വിറക്കുന്ന കൈകളോടെ റിസപ്ഷന്റെ കോണിലേക്ക് ഒതുങ്ങി. അതേസമയം ദൂരത്തു നിന്നും ഡോക്ടർ സിദ്ധാർത്ഥ മേനൻ വരുന്നത് റോണി കണ്ടു. ഉള്ളിൽ റബേക്കയോട് കടുത്ത അസൂയയും വില്ലനായ ഡേവിയുമായി രഹസ്യബന്ധമുള്ള സിദ്ധാർത്ഥ് റോണിയുടെ കയ്യിലെ തോക്ക് കണ്ട് കൂടുതൽ വരച്ചു. താനാണോ ഡോക്ടർ? വേഗം ഓപ്പറേഷൻ തീരെ റെഡിയാക്കണോ? റോണി സിദ്ധാർത്ഥ് നേരെ വിരച്ചുകൊണ്ടി. ഞാൻ കാർഡിയോളജിസ്റ്റാ, ട്രോമ കെയർ ആയിട്ട് വരണം. സിദ്ധാർത്ഥ് കൈകൾ കൂപ്പി ഒഴിഞ്ഞു മാറാൻ നോക്കി. അതിന് ട്രോമ കെയർ ആയിട്ട് ഇവിടെ ഉണ്ട്. ഇടനാഴിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ ശബ്ദം മുഴങ്ങിക്കേട്ടു. എല്ലാവരുടെയും ശ്രദ്ധ ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെ നിന്നും വേഗത്തിലുള്ള ദൃഢമായ ചൂടുകളോടെ ഡോക്ടർ റബേക്ക ഫിലിപ്പ് നടന്നു വരുന്നുണ്ടായിരുന്നു. ആൾക്ക് തൊട്ടു പിന്നാലെ പേടിയോടെ ആൻമരിയെയും. റബേക്ക നേരെ വന്ന് തറയിലെ ചോരപ്പാടുകളിലേക്കും റോണിയുടെ കയ്യിലെ തോക്കിലേക്കും നോക്കി. ആളുടെ മുഖത്ത് ഭയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. പകരം ദേഷ്യം കൊണ്ട് കവിളുകൾ ചുവന്നിരുന്നു. ആരാണ് താൻ? റബേക്ക റോണിയുടെ മുഖത്തേക്ക് നോക്കി ഗർജിച്ചു. ഇത് ആർക്കേൻ മെഡിക്കൽ സെന്റർ ആണ്. തനിക്ക് തന്റെ ഗുണ്ടകൾക്ക് അഴിഞ്ഞാടാനുള്ള ചന്തയല്ല. എടുത്തു മാറ്റണോ നിന്റെ ആയുധം ഇവിടുന്ന്. റബേക്കയുടെ ധിക്കാരം നിറഞ്ഞ പെരുമാറ്റം കണ്ട് റോണിയുടെ കണ്ണു ചുവന്നു. അവൻ പെട്ടെന്ന് തോക്കെടുത്ത് റബേക്കയുടെ നെറ്റിക്ക് നേരെ ചൂണ്ടി. എടി പെണ്ണേ, ആരുടെ മുന്നിലാണ് നീ ശബ്ദം ഉയർത്തുന്ന അറിഞ്ഞിട്ടാണോ? ഗബ്രിയേലിന്റെ സാമ്രാജ്യത്തിലാണ് നീ ജീവിക്കുന്നത്. ഈ നിമിഷം നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. വാർഡിലുണ്ടായിരുന്ന ഒരു ശ്വാസമടക്കി നിന്നു. ആൻമരിയെ പെട്ടെന്ന് ഭയന്ന് കണ്ണുകൾ പൊത്തി. സിദ്ധാർത്ഥും സിസ്റ്റർ അഗതയും റബേക്കിനി എന്ത് സംഭവിക്കുന്നവരെ നോക്കി നിന്നു. റോഡി, തോക്ക് താഴെ. പെട്ടെന്നാണ് ആ ശബ്ദം ഉണ്ടായത്. വളരെ ശാന്തമായിരുന്ന ആ ശബ്ദം, എന്നാൽ അതിലൊരു ഇടിമുഴക്കത്തിന്റെ പവർ ഉണ്ടായിരുന്നു. അത് ഗബ്രിയേൽ ക്രിസ്റ്റിയായിരുന്നു. ബോസിന്റെ ആജ്ഞ കേട്ടതും റോഡി പെട്ടെന്ന് തോക്ക് താഴ്ത്തി ഒരു വശത്തേക്ക് മാറിയുന്നു. ഗബ്രിയേൽ സാവധാനം റബേക്ക് തൊട്ടുമുന്നിലേക്ക് നടന്നു വന്നു. അവന്റെ വമ്പൻ നിഴൽ ആളെ പൂർണ്ണമായി മൂടി. തോളിൽ നിന്നും ചോര വാർന്നുകൊണ്ടിരിക്കുമ്പോഴും അവനവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ഇത്രയും കാലത്തിനിടയിൽ തന്റെ മുന്നിൽ ഒരു അടി പോലും പുറകോട്ട് മാറാൻ നിൽക്കുന്ന ഒരു പെണ്ണിനെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. ഗബ്രിയേൽ തന്റെ ചോര പുരണ്ട ഇടത് കൈ പതുക്കെ ഉയർത്തി റബേക്കയുടെ വെളുത്ത കോട്ടിന്റെ കോളറിൽ തൊട്ടു. ആ കടും ചോര അവിടെ വെളുത്ത കോട്ടിലേക്ക് പടർന്നു പിടിച്ചു. അവനൊരു വന്യമായ പരിഹാസച്ചിരിയോടെ അവിടെ മുഖത്തേക്ക് നോക്കി താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഡോക്ടർ റബേക്ക ഫിലിപ്പ്, നിന്റെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന മണ്ണുണ്ടല്ലോ,
അത് എൻ്റെ പണം കൊണ്ട് വാങ്ങിയതാ. ഈ ഗബ്രിയേലിൻ്റെ സാമ്രാജ്യത്തിൽ എൻ്റെ അനുവാദമില്ലാതെ ഒരു ശ്വാസം പോലെടുക്കാൻ നിനക്ക് കഴിയില്ല. നീ വിചാരിച്ചാൽ എൻ്റെ മുറിവ് മാറും, ഞാൻ വിചാരിച്ചാൽ നിന്റെ ആയുസ് തീരും. അതുകൊണ്ട് എൻ്റെ മുന്നിൽ അനാവശ്യമായി ശബ്ദമുയർത്താതെ മര്യാദക്ക് ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാക്കുക. ഗബ്രിയേലിന്റെ ഭയപ്പെടുന്ന ഭീഷണിക്ക് മുമ്പിൽ വാർഡിലെല്ലാവരും നിശ്ചലരായി. എന്നാൽ റബേക്കയുടെ ചുണ്ടിൽ വിരിഞ്ഞത് അതിലും ക്രൂരമായ ഒരു ചിരിയായിരുന്നു. ആൾ ഗബ്രിയേലിന്റെ ആ കരിങ്കൽ കണ്ണുകളിൽ നിന്ന് കണ്ണുവെട്ടിക്കാതെ തന്നെ തന്റെ വലതു കൈ ഉയർത്തി ആളുടെ കോട്ടിൽ കിടന്ന അവന്റെ ചോര പുരണ്ട കൈ ക്രൂരമായി തട്ടിമാറ്റി. വാർഡിൽ ഒരു നിമിഷം കാറ്റുപോലും നിലച്ച പോലെ തോന്നി. ഗബ്രിയേലിന്റെ ശരീരത്തിൽ അനുവാദമില്ലാതെ ആരെങ്കിലും തൊടുന്നത് തന്നെ അവിടെയുള്ളവർ ആദ്യമായി കാണുകയായിരുന്നു. റോണി വീണ് തോക്കിലേക്ക് കൈവച്ചു. റബേക്ക അവന്റെ മുഖത്തേക്ക് ചൂണ്ടുവിരൽ ചൂണ്ടി അക്ഷരങ്ങൾ മുറിച്ച് പറഞ്ഞു, തന്റെ പണവും പവറും തന്റെ ആദോലവ കോട്ടയിൽ വെച്ചാൽ മതി ക്രിസ്റ്റി. ഈ ആർക്കിൻ മെഡിക്കൽ സെന്റർ പടികടന്ന നീ വെറും ഒരു രോഗി മാത്രമാ. നിന്റെ ഈ തോക്കിന്റെ പവർ എന്റെ കയ്യിൽ ഈ സർജിക്കൽ ബ്ലേഡിന് മുമ്പിൽ വെറും പൂജയാ. നട്ടിലിന് ഉറപ്പുള്ളവനാണെങ്കിൽ ഈ തോക്കും ഗുണങ്ങളെയും പുറത്തെടുത്തിട്ട് അകത്തേക്കുവാ, ജീവൻ വേണമെങ്കിൽ. അത്രയും പറഞ്ഞ് റബേക്ക ഗബ്രിയേലിന് നേരെ ഒരു കത്ത് നോട്ടം കൂടി എറിഞ്ഞിട്ട് തിരിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടന്നു. ഗബ്രിയേൽ കുറച്ച് സമയം ആ പോക്ക് തന്നെ നോക്കി നിന്നു. അവന്റെ ഉള്ളിലെ ലൂസിഫർ ഉണരുകയായിരുന്നു. തന്റെ സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച ഈ കനലിനെ എങ്ങനെ മരിക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ബോസ്, അവൾക്കൊരു കൂടുതലുണ്ട്, നമുക്ക് അവളെ അങ്ങ്. റോണി ദേഷ്യത്തോടെ പല്ലിറുമി. വേണ്ട റോണി. ഗബ്രിയേൽ തന്റെ ചുണ്ടിലെ ചോര തുടച്ചു കളഞ്ഞ് വിചിത്രമായ രീതിയിൽ ചിരിച്ചു. തൽക്കാലം ഞാൻ അവിടെ കയ്യിൽ കത്തിക്കുമ്പിൽ ഒന്ന് കീഴടങ്ങാം. പക്ഷേ ഈ ഗബ്രിയേൽ ക്രിസ്റ്റിയുടെ ശരീരത്തിൽ തൊട്ട ആദ്യത്തെ പെണ്ണാവള്. അതിന്റെ വില അവൾക്ക് ഈ സാമ്രാജ്യത്തിൽ വെച്ച് തന്നെ ഞാൻ കൊടുക്കും. പറഞ്ഞുകൊണ്ട് ഗബ്രിയേൽ തിയേറ്ററിന്റെ വാതിൽ ലക്ഷ്യമാക്കി നടന്നു. അവിടെ വെച്ച് ഒരു ചോര മണക്കുന്ന രാത്രിയിൽ ആ രണ്ട് കനലുകളുടെ വലിയൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ആർക്കേൻ മെഡിക്കൽ സെന്ററിലെ 3-ാം നമ്പർ മേജർ ഓപ്പറേഷൻ തിയേറ്റർ. പുറത്തുനിന്നുള്ള എല്ലാ അപകടങ്ങളും മുറിച്ചു മാറ്റിയതുപോലെ അവിടെ കടുത്ത നിശബ്ദയായിരുന്നു. നീല വെളിച്ചം പടരുന്ന ആ മുറിയുടെ നടുവിലെ ടേബിളിൽ ഗബ്രിയേൽ ക്രിസ്റ്റി കിടക്കുകയാണ്. വലത് തോൾഭാഗത്തെ വസ്ത്രം കീറി മാറ്റിയിട്ടുണ്ട്. അവിടെ കറുത്തു തടിച്ചൊരു മുറിപ്പാടിനുള്ളിൽ വെടിയുണ്ട തറഞ്ഞിടക്കുന്നത് വ്യക്തമായി കാണും. ലോക്കൽ അനസ്തേഷ്യ നൽകാൻ വേണ്ടി സിരിഞ്ചുമായി അടുത്തേക്ക് വന്ന ജൂനിയർ ഡോക്ടർ ആൻമരിയെ ഗബ്രിയേൽ ഒന്ന് നോക്കി. ആ കരിങ്കൽ കണ്ണുകളിലെ തണുപ്പ് കണ്ടതും ആനിയുടെ കൈകൾ ചെറുതായി വിറച്ചു. അനസ്തേഷ്യ എനിക്ക് വേണ്ട ഡോക്ടർ, നീ നിന്റെ പണി തുടങ്ങിക്കോ. ഗബ്രിയേലിന്റെ ശബ്ദം ആ വലിയ മുറിയിൽ തട്ടി പ്രതിധ്വനിച്ചു. പക്ഷെ സർ, അനസ്തേഷ്യ ഇല്ലാതെ ആഴത്തിലുള്ള മുറിയിൽ നിന്ന് ബുള്ളറ്റ് എടുക്കാൻ കഴിയില്ല. ആ വേദന, ആൻ ഭയത്തോടെ പറഞ്ഞു. വേദനയോ? ഗബ്രിയേലിന്റെ ചുണ്ടിലൊരു പരിഹാസച്ചിരി വിരിഞ്ഞു. അത് ഈ ശരീരത്തിന് പുത്തിരിയല്ല. നീ കത്തിയെടുക്ക്. അതിനിവിടെ കത്തിയെടുക്കേണ്ട അവളല്ല, ഞാനാണ് ക്രിസ്റ്റി. തിയേറ്ററിന്റെ വാതിൽ തുറന്ന് കൈകൾ കഴുകാണ് വിമുക്തമാക്കി കയ്യിൽ സർജിക്കൽ ഗ്ലൗസുകൾ അണിഞ്ഞ് റബേക്ക അകത്തേക്ക് നടന്നു വന്നു. ആളുടെ കയ്യിൽ മൂർച്ചേറിയ സ്കാൽപ്പിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ആൾ നേരെ വന്ന് ടേബിളിനരികെ നിന്നു. മാം, പേഷ്യന്റ് അനസ്തേഷ്യ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ആൻ റബേക്കയുടെ കാതിൽ രഹസ്യമായി പറഞ്ഞു. റബേക്ക ഗബ്രിയേലിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ ഇപ്പോഴും അഹങ്കാരം നിറഞ്ഞ കണ്ണുകളോടെ അവളെ തന്നെ നോക്കുകയാണ്. താൻ വലിയ അധോലോക രാജാവായിരിക്കാൻ ക്രിസ്റ്റി, പക്ഷെ എന്റെ ഈ തിയേറ്ററിൽ ഒരു രോഗിക്ക് എങ്ങനെ ചികിത്സ നൽകണം തീരുമാനിക്കുന്നത് ഈ റബേക്ക ഫിലിപ്പ. ആൻ അനസ്തേഷ്യ കൊടുക്ക്. റബേക്ക കർശനമായി ഉത്തരവിട്ടു. വേണ്ടെന്ന് ഞാൻ പറഞ്ഞ അത് വേണ്ടെന്ന് തന്നെയാണ് ഡോക്ടർ. ഗബ്രിയേൽ തന്റെ ഇടത് കൈ കൊണ്ട് ടേബിളിന്റെ വശങ്ങളിലായി ശക്തമായി പിടിച്ചു. അവന്റെ കയ്യിലെ ഞരമ്പുകൾ ദേഷ്യം കൊണ്ട് തടിച്ചുകൂടി. നിന്റെ കയ്യിലെ കത്തിക്ക് എത്രമാത്രം മൂർച്ചയുണ്ടെന്ന് എനിക്കും അറിയണമല്ലോ. അനസ്തേഷ്യ ഇല്ലാതെ തന്നെ നീ ആ ബുള്ളറ്റ് പുറത്തേക്ക് എടുക്കുക. എന്റെ മുഖത്തൊരു ഈച്ചയെങ്കിലും വന്നിരുന്നാൽ അപ്പോൾ നീ ജയിച്ചു. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഒരു മനുഷ്യനും താങ്ങാൻ കഴിയാത്ത വേദനയാണ് അവൻ പുച്ഛിച്ച് തള്ളുന്നത്. റബേക്ക അവനെ കുറച്ച് സമയം തുറച്ചു നോക്കി. അവളുടെ ഉള്ളിലെ വാശിയും ഉണർന്നു. അവൾ ആന്റെ കയ്യിൽ നിന്ന് അനസ്തേഷ്യ വാങ്ങി ദൂരേക്ക് വെച്ചു. എന്നിട്ടും മൂർച്ചയുള്ള സ്കാൽപ്പലുമായി അവന്റെ മുറിവിലേക്ക് അടുത്തു. തന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ ക്രിസ്റ്റി, അത് ഈ കത്തിക്കുമ്പിൽ തീരുന്നവരെ ഞാൻ കാത്തിരിക്കാം. റബേക്ക ഒരു ദയമില്ലാതെ അവന്റെ മുറിവിലേക്ക് കത്തി ആഴ്ത്തിറക്കി. വേദനയുടെ ഒരു കൊടുങ്കാറ്റ് ഗബ്രിയേലിന്റെ ശരീരത്തിലൂടെ കടന്നുപോയി. അവന്റെ ഇടത് കൈ ടേബിളിൽ ഇരുമ്പ് കമ്പിള വളക്കുന്ന പോലെ മുറുകി. നെറ്റിയിൽ വീർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ചോര വീണ്ടും പുറത്തേക്ക് ചീറ്റിത്തെറിച്ചു. പക്ഷെ അവന്റെ ചുണ്ടിൽ നിന്ന് ഒരൊറ്റ നിലവിളി പോലും ഉയർന്നില്ല. കണ്ണുകൾ അടച്ചതുമില്ല. അവൻ കല്ലിച്ചു പോയ കണ്ണുകളോടെ റബേക്കയുടെ മുഖത്തേക്ക് തന്നെ നോയിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ദൃഢത അവൻ ആസ്വദിക്കുകയായിരുന്നു. റബേക്കയുടെ കൈകൾ അതിവേഗത്തിൽ ചലിച്ചു. ഫോർസെപ്സ് ഉപയോഗിച്ച് അവൾ അവന്റെ മാംസത്തിനുള്ളിൽ തറഞ്ഞിരിക്കുന്ന ആ കറുത്ത ബുള്ളറ്റ് പുറത്തെടുത്തു. അത് മെറ്റൽ ട്രെയിലേക്ക് വീഴുമ്പോൾ ക്ലിങ്ങുന്നൊരു ശബ്ദമുണ്ടായി. മുറിവ് തൊന്നിക്കിട്ടുമ്പോഴും ഗബ്രിയേലിന്റെ ശ്വാസം വേഗത്തിലായിരുന്നു. പക്ഷെ അവൾക്ക് മുമ്പിൽ അവൻ ഒരു ഇഞ്ച് പോലും തോറ്റുകൊടുത്തില്ല. സർജറി കഴിഞ്ഞ് റബേക്ക ഗ്ലൗസ് ഊരിയെറിയുമ്പോൾ ഗബ്രിയേൽ ടേബിളിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റിരുന്നു. തോളിലെ കനത്ത ബാൻഡേജിലേക്ക് നോക്കാതെ അവൻ ഷർട്ട് എടുത്ത് തോളിലേക്ക് ഇട്ടു. കൈപുണ്യം കൊള്ളാൻ ഡോക്ടർ റബേക്ക, പക്ഷേ എന്നെ വേദനിപ്പിച്ചൊരു വേദനയ്ക്കും
ഈ ഗബ്രിയേൽ കടം വെക്കാറില്ല. അത് പ്രകൃതിയായാലും നീ ആയാലും. ആനവിടെ കാതോരമെന്ന് പതുക്കെ പറഞ്ഞു. കാത്തിരിക്കാൻ ക്രിസ്റ്റി, നിന്റെ ആ കടം വീട്ടിൽ കാണാൻ. റബേക്ക ഒരടി പോലും മാറാതെ മറുപടി നൽകി. ഗബ്രിയേൽ തിരിഞ്ഞ് തീയന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. പുറത്ത് കാത്തുന്ന റോണിയും മറ്റു ബോഡി ഗാർഡുകളും അവന് ചുറ്റും കാവലൊരുക്കി. വാർഡിന്റെ ഒടുവിലായി നിന്ന ഡോക്ടർ സിദ്ധാർത്ഥും സിസ്റ്റർ അഗതയും ഗബ്രിയേലിന്റെ പോക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഗബ്രിയേൽ ഹോസ്പിറ്റലിൽ പുറത്തേക്ക് ഇറങ്ങിയതും സിദ്ധാർത്ഥ് പതുക്കെ അഗതയുടെ അടുത്തേക്ക് വന്നു. കണ്ടോ അഗത, ആ റബേക്കയുടെ ഒരു അഹങ്കാരം. ഗബ്രിയേൽ ക്രിസ്റ്റിയെ പോലെ അവൾ സംസാരിച്ച രീതി കണ്ടില്ലേ? അവനിത് വെറുതെ വിടില്ല. അത് നമുക്ക് നല്ലൊരു അവസരമാണ്. സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ വക്രത തിളങ്ങി. നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ? അഗത രഹസ്യമായി ചോദിച്ചു. ഗബ്രിയേലിനെ വെടിവെച്ച ഡേവിഡ് റിച്ചാർഡിന്റെ ആളുകളാ. ഡേവിഡിന് ഹോസ്പിറ്റലിൽ ഒരു കണ്ണ് വേണം. റബേക്ക് ഇവിടുന്ന് ചവിട്ടിപ്പുറത്താക്കി ഇതിനും വലിയൊരു വഴി ഇനി കിട്ടാനില്ല. അടുത്ത തവണ അവൾ പിഴക്കണം, ഈ ഹോസ്പിറ്റലിന്റെ മണ്ണിൽ വെച്ച് തന്നെ. സിദ്ധാർത്ഥ് ക്രൂരമായി ചിരിച്ചു. അതേസമയം ഹോസ്പിറ്റലിന്റെ പുറത്തെടുത്തിട്ടിരുന്ന ബ്ലാക്ക് മേഴ്സറിസിന്റെ പിൻസീറ്റിലേക്ക് ഗബ്രിയേൽ കയറിയിരുന്നു. വണ്ടി നഗരത്തിന്റെ ഇരുളിലേക്ക് വേഗത്തിൽ പാഞ്ഞുപോയി. വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന ഗബ്രിയേലിന്റെ മനസ്സിൽ റബേക്കയുടെ ആ കത്തുന്ന കണ്ണുകൾ മാത്രമായിരുന്നു. പെട്ടെന്നാണ് അവന്റെ ഫോൺ ശബ്ദിച്ച് സ്ക്രീനിൽ മരിയ ചേച്ചി എന്ന പേര് തെളിഞ്ഞു. ഗബ്രിയേൽ ഫോൺ എടുത്തു. അവന്റെ അതുവരെ ഉണ്ടായിരുന്ന ക്രൂരത മുഴുവൻ ആ ശബ്ദത്തിൽ അലിഞ്ഞുപോയിരുന്നു. പറയൂ ചേച്ചി. മോനെ, നിനക്ക് പരിക്കേറ്റെന്ന് റോണി പറഞ്ഞു. നീ ഇപ്പൊ എവിടെയാ? എനിക്ക് പേടിയാവുന്നു മോനെ. മരിയയുടെ ശബ്ദത്തിൽ കരച്ചിൽ കലർന്നിരുന്നു. എനിക്കൊന്നുമില്ല ചേച്ചി, വെറൊരു ചെറിയ പോറൽ. നിങ്ങളുടെ പ്രാർത്ഥനയുള്ളപ്പോ ഈ അനിയനെ തൊടാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. ഗബ്രിയേൽ അവളെ ആശ്വസിപ്പിച്ചു. എനിക്കറിയാം മോനെ, പക്ഷെ നീ ആ ഇരുണ്ട ലോകത്ത് നിന്ന് എന്നാ പുറത്തു വരിക? നിന്നെ തിരുത്താനൊരു പെണ്ണ് വരും. ഞാൻ എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന അതാ. മരിയ നെടുവീർപ്പോടെ പറഞ്ഞു. ഗബ്രിയേലിന്റെ മനസ്സിൽ പെട്ടെന്ന് റബേക്കയുടെ മുഖം മിന്നിമറഞ്ഞു. അവൻ ചുണ്ടിലൊരു ചെറിയ ചിരിയോടെ പറഞ്ഞു. എന്നെ തിരുത്താൻ ആരും ജനിച്ചിട്ടില്ല ചേച്ചി, പക്ഷെ എന്നെ വെല്ലുവിളിക്കാൻ ഒരുത്തി വന്നിട്ടുണ്ട്. അവൾ ഇവിടുത്തെ ആർക്കിൻ ഹോസ്പിറ്റലുണ്ട്, ഡോക്ടർ റബേക്ക ഫിലിപ്പ്. ഫോൺ വെച്ചതിന് ശേഷം ഗബ്രിയേൽ റോണിയെ നോക്കി. റോണി, ഡേവിഡ് റിച്ചാർഡ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയോ? ഗബ്രിയേലിന്റെ കണ്ണുകളിൽ വീണ്ടും ലൂസിഫറിന്റെ ആ പഴയ ക്രൂരത തിരിച്ചു വന്നു. അവന്റെ അന്ത്യം അത് ഈ നഗരത്തിൽ വെച്ചായിരിക്കും റോണി. വണ്ടി കോട്ടയിലേക്ക് വിട്. വണ്ടി ഇരുട്ടിലേക്ക് മറയുമ്പോൾ ആർക്കിൻ ഹോസ്പിറ്റലിലെ 4ാം നിലയിലെ ജനലിലൂടെ റബേക്ക പോക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആർക്കിടയിലെ യുദ്ധം അതിന്റെ അടുത്തിലേറിലേക്ക് അടക്കുകയായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.